സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടു വന്ന വനിതാ സബ് ഇൻസ്പെക്ടറെ പീഡിപ്പിക്കുന്നു, വീട്ടിലെ പാചകക്കാരിയെ പീഡിപ്പിക്കുന്നു, അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ പീഡിപ്പിക്കുന്നു, സുഹൃത്തിൻ്റെ ഭാര്യയെ പീഡിപ്പിക്കുന്നു, സ്വന്തം പാർട്ടിയിലെ വനിതാ ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെ പീഡിപ്പിക്കുന്നു. ഈ പീഡിപ്പിക്കുന്ന വിഷ്വൽസ് ഒക്കെ എടുത്തു വെക്കുന്നു, അത് കാണുന്നു, ആസ്വദിക്കുന്നു, വീണ്ടും ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു, പീഡിപ്പിക്കുന്നു. ഈ പീഡിപ്പിച്ച വ്യക്തിക്ക് വേണ്ടി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്ന് വോട്ട് ചോദിക്കുന്നു, ജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ രാജ്യത്താണ്, നമ്മുടെ നാട്ടിലാണ്. ഞാൻ പറഞ്ഞത് സിനിമാ കഥയൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. പലരും അറിയുന്നില്ല, പ്രത്യേകിച്ചും മലയാളികൾ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന സംസ്ഥാനമായ കർണാടകയിൽ നടക്കുന്ന കാര്യമാണ്. മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ദേവഗൌഡയുടെ കൊച്ചുമകൻ പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഞാൻ പറയുന്നത്. പുള്ളിക്കാരൻ രാജ്യം വിട്ടിട്ടുണ്ട്. 2900-ഓളം വിഷ്വൽസാണ് ഇപ്പോൾ ലീക്കായി പുറത്തു വന്നിരിക്കുന്നത്, പീഡിപ്പിച്ച വിഷ്വൽസ്. ആ വിഷ്വൽസ് എല്ലാം പുള്ളിക്കാരനെ സൂക്ഷിച്ച് വെച്ചിരിപ്പുണ്ടായിരുന്നു, കാണുന്നുണ്ടായിരുന്നു. ഈ വിഷ്വൽസ് കാണിച്ചിട്ട് പലരെയും പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം പാർട്ടിയിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള സ്ത്രീ MP എന്നുള്ള രീതിയിൽ ഹാസൻ മണ്ഡലത്തിലെ MP ആണ്, പാർലമെന്റ് മണ്ഡലത്തിലെ MP ആണ് ജനതാദളിൻ്റെ. അപ്പം പ്രജ്വൽ രേവണ്ണ എന്ന് പറഞ്ഞ 33 വയസ്സുകാരൻ, ഈ പുള്ളിക്കാരനെ കാണാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വരുന്നു. അവരാവശ്യമായിട്ട് ഒരു സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടി, സ്കൂൾ ബസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് വരുന്നത്. അവരെ പീഡിപ്പിക്കുന്നു, ഭർത്താവിനെ കൊന്നുകളയുന്നു, ഭീഷണിപ്പെടുത്തുന്നു, തോക്ക് ചൂണ്ടി പീഡിപ്പിക്കുന്നു, അതിൻ്റെ വിഷ്വൽ എടുത്തു വെക്കുന്നു, വീണ്ടും ഈ വിഷ്വൽ കാണിപ്പിച്ച് പീഡിപ്പിക്കുന്നു. അതും 3 വർഷത്തോളം ഇത് തുടരുന്നു. നടക്കുന്നത് ഇന്ത്യയിലാണ്. ഒരു പാർലമെൻറ്റ് മെമ്പറിനെ പറ്റിയാണ് നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരും തൊടൂല, ഈ വ്യക്തിയൊന്നും ആരും തൊടാനും പോകുന്നില്ല. ഇപ്പോൾ വിഷ്വൽ ലീക്കായി പുറത്തേക്ക് വന്നപ്പോൾ ആണ് ചർച്ചയാവുന്നത് തന്നെ. സംഭവം ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് 2 സ്ത്രീകൾ, അതിലൊരു സ്ത്രീയെ തട്ടിക്കൊണ്ട് പോകും. ഇതും നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. ഈ വ്യക്തിക്ക് വേണ്ടി NDA സ്ഥാനാർത്ഥിയാണ്, നിലവിൽ ഹാസൻ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയാണ് പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന വ്യക്തി. ഈ വ്യക്തിക്ക് വേണ്ടി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്ന് വോട്ട് ചോദിക്കുന്നു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് കരങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടി വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. നാരീശക്തിയെ പറ്റിയും നാട്ടിലെ സ്ത്രീകളെ പറ്റിയും കുട്ടികളെ പറ്റിയൊക്കെ വലിയ രീതിയിൽ സംസാരിക്കുന്ന പ്രധാനമന്ത്രി ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ സൈക്കോയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നൊരവസ്ഥ. ഈ പ്രാവശ്യം 400-ലധികം സീറ്റ് വേണം, 400-ലധികം സീറ്റ് നിങ്ങൾ ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്ന പ്രധാനമന്ത്രി 400-ൽ 1 സീറ്റ് കൊടുത്തിരിക്കുന്നത് ഈ സൈക്കോയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ രാക്ഷസം പോലുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ആലോചിച്ച് നോക്കുക. അതിനകത്ത് സൈക്കോ കഥാപാത്രങ്ങളെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എന്താ സിനിമയാണ്, അല്ലെങ്കിൽ ആ സൈക്കോ കഥാപാത്രമുള്ള സിനിമയ്ക്ക് അപ്പുറം ഒരു സിനിമയും വന്നിട്ടില്ല. പക്ഷേ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന ഈ സൈക്കോയുടെ ജീവിതകഥ ഒരു സിനിമയാക്കി കഴിഞ്ഞാൽ രാക്ഷസ സിനിമ ഒന്നും ഒരു സൈക്കോ പടയോ അല്ലാത്തൊരവസ്ഥ. അപ്പോൾ അത്രയും ക്രൈം ചെയ്തിട്ടുള്ളൊരു വ്യക്തി ഇന്ത്യൻ പാർലമെന്റിലിരുന്നു. ആ വ്യക്തി വീണ്ടും മത്സരിക്കുന്നു. ആ വ്യക്തിക്ക് വേണ്ടി സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് വോട്ട് ചോദിക്കുന്നു. ഈ നാട്ടിലെ സ്ത്രീകളെ സംരക്ഷിക്കേണ്ട വ്യക്തി വന്നിട്ട് ഇത്രയും ക്രൈം ചെയ്ത് ഈ വീഡിയോ ചിത്രീകരിച്ച് അത് കണ്ട് ആസ്വദിച്ച് വീണ്ടും ഈ വീഡിയോ കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ക്രിമിനലിന് വേണ്ടി, ഒരു സൈക്കോയ്ക്ക് വേണ്ടി, ഈ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു സൈക്കോയ്ക്ക് വേണ്ടി സാക്ഷാൽ പ്രധാനമന്ത്രി വന്ന് വോട്ട് ചോദിക്കുന്നു. എല്ലാ അധികാരത്തിന് വേണ്ടി എന്നുള്ളതാണ് ഇതിനകത്തെ കോമഡി. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ പ്രാവശ്യവും ഈ വീഡിയോസ് ഒന്നും പുറത്തു വന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഈ വ്യക്തി അടുത്ത കേന്ദ്രമന്ത്രി ആയിരുന്നെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്തവസ്ഥയായിരിക്കും. നമ്മുടെ രാജ്യത്ത് നിയമം നിർമ്മിക്കുന്ന സഭയായിട്ടുള്ള പാർലമെന്റിൽ ഇതുപോലൊരു സൈക്കോ പോയിരിക്കുന്നു. ആ സൈക്കോ ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിയാവുന്നു. ആ ഓഫീസിലെ ജീവനക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇവർക്കെതിരെ ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? സംസാരിച്ചവരെ തന്നെ തട്ടിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു കർണാടകയിൽ. അവരെ തട്ടിക്കൊണ്ട് പോകുന്നു. ഈ അവസ്ഥയിലേക്കാണ്. അപ്പം ഇന്ത്യയിൽ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള സൈക്കോകൾ വന്നായിരുന്നെങ്കിൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ കൈവെക്കുന്ന ഒരു വ്യക്തി ഈ സൈക്കോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ജനാധിപത്യത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്, എന്ത് നാരീശക്തിയെ പറ്റിയാണ് ഈ പറയുന്നത്, എന്ത് സ്ത്രീ സുരക്ഷയെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്. ഇതുപോലുള്ള ക്രിമിനലുകൾ കൈവൊക്കെയായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഭരണം മുമ്പോട്ട് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേര നരേന്ദ്രമോദിക്ക് കിട്ടുന്നതെങ്കിൽ കസേരയുടെ വാല്യൂ എന്താണ്? അപ്പം ഇപ്പോഴെങ്കിലും ഈ വിഷ്വൽസ് പുറത്തേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ അറിഞ്ഞത്. ഇത്രയും അധികാരത്തിന്റെ സ്വാധീനത്തിൽ നിൽക്കുന്ന കർണാടകയിൽ ദേവഗൌഡ ഫാമിലി എന്ന് പറയുമ്പോൾ അധികാരത്തിന്റെ ഭാഗമാണ്. അവർക്കെതിരെ 2-3 സ്ത്രീകൾ മാത്രമാണ് ഇപ്പം സംസാരിക്കുന്നതും പരാതി കൊടുക്കുന്നത് തന്നെ. മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ദേവഗൌഡയുടെ കൊച്ചുമകനെ ഒന്നും ശിക്ഷിക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമത്തിന് ശക്തി ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കുറച്ചാളുകൂടെ കഴിയുമ്പോൾ ഏതെങ്കിലും കേന്ദ്രമന്ത്രിയായി നമ്മളെ ഭരിക്കുന്ന ഒരാളായിട്ട് ഈ സൈക്കോയെ നമ്മൾ കാണേണ്ടി വരും. ഇതുപോലുള്ള ആൾക്കാർക്ക് വേണ്ടി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്ന് വോട്ട് ചോദിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്.